Hello students. Next, profit and gain of business and profession എന്നുള്ള ടോപ്പിക്കിൽ നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേമാണ് നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ. നമ്മൾ ഇതുവരെ പറയുകയും ചെയ്തു. അതായത് സെക്ഷൻ 32 അനുസരിച്ച് ഒരു ഇൻകം ടാക്സ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷനിൽ അതല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഡിഡക്ഷനായിട്ട് കാണിക്കുന്ന ഒരു ഐറ്റമാണ് ഏതെന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഈ ടോപ്പിക്ക് നിങ്ങൾ വളരെ നന്നായിട്ട് +1 പഠിച്ചിട്ടുണ്ടായിരിക്കും. ഡിപ്രീസിയേഷൻ എന്താണ്, ഏതൊക്കെ മെത്തേഡ്സിൽ നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം, ഓക്കെ, ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. നമുക്കിവിടെ ഇൻകം ടാക്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വേണ്ട പോയിൻറ്റ്സ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ബ്രീഫായിട്ട് നിങ്ങൾക്ക് ഡിപ്രീസിയേഷനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പഴയ ബുക്കൊക്കെ ഉള്ളതൊന്ന് എടുത്തിട്ടൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ എന്താ ഡിപ്രീസിയേഷൻ എന്നുള്ള മീനിങ് പറഞ്ഞതിന് ശേഷം നമ്മളുടെ ടാക്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ മീൻസ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ ആൻഡ് പാസേജ് ഓഫ് ടൈം. ഒരു അസറ്റിൻ്റെ വാല്യൂ കുറയുക. എന്തുകൊണ്ട്? യൂസ് ചെയ്യുന്നത് കൊണ്ട്, അതല്ലെങ്കിൽ കാലങ്ങൾ പോകുന്നത് കൊണ്ട്. ഓക്കെ, നമ്മളൊരു മെഷീനറി ഒക്കെ വാങ്ങിച്ചിട്ട് വെറുതെ വെച്ചിരുന്നാലും എന്ത് സംഭവിക്കും? അതിന് ഡിപ്രീസിയേഷൻ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പാസേജ് ഓഫ് ടൈം കാലങ്ങൾ കഴിഞ്ഞു പോകുന്നത് കൊണ്ടോ വരുന്ന ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ ഈസ് അലവബിൾ ബിസിനസ് എക്സ്പെൻഡിച്ചർ. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു അലവബിൾ ആയിട്ടുള്ള ബിസിനസ് എക്സ്പെൻഡിച്ചർ ആണ്. ഡിപ്രീസിയേഷന് ട്രീറ്റ് ചെയ്യുന്നതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻസ് ഫോർ അലവിങ് ഡിപ്രീസിയേഷൻ ആസ് പെർ ഇൻകം ടാക്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഡിപ്രീസിയേഷൻ ഇസ് അലൗഡ് ഓൺലി ഓൺ ക്യാപിറ്റൽ അസറ്റ്. ഏത് അസറ്റുകൾക്ക് മാത്രമേ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പാടുള്ളൂ? ക്യാപിറ്റൽ അസറ്റുകൾക്ക് മാത്രമേ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ അസറ്റ് മസ്റ്റ് ബി ഓൺഡ് ഹോളി ഓർ പാർട്ട്ലി ബൈ ദ ബിസിനസ്. ഈ അസറ്റുകൾ മുഴുവനായിട്ടുമോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കണം? ബിസിനസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കണം. അസറ്റ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. അസറ്റ് പൂർണ്ണമായിട്ടും ബിസിനസ് ഓർ പ്രൊഫഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാവണം. അസറ്റ് ഹോളി ഓർ പാർട്ട്ലി ഓൺഡ് ബൈ ദ അസസി ഓൺ ചെയ്യുന്നതായിരിക്കണം. അസറ്റ് മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ അസസി ഓൺ ചെയ്യുന്നതായിരിക്കണം. ബ്ലോക്ക് ഓഫ് അസറ്റുമ്പോഴാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത്. ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു അസറ്റിന് എന്ത് ചാർജ് ചെയ്യാൻ പാടുള്ളൂ? ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പാടുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, ഡിപ്രീസിയേഷൻ ഇസ് അലൗഡ് ഓൺലി ഓൺ ക്യാപിറ്റൽ അസറ്റ്. ഫസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നുണ്ട് ഡിപ്രീസിയേഷൻ അലൗ ചെയ്യുന്നത് ഓൺലി ഓൺ ക്യാപിറ്റൽ അസറ്റ്. ഡിപ്രീസിയേഷൻ ഇസ് അലൗഡ് ഓൺലി ഓൺ ക്യാപിറ്റൽ അസറ്റ് സച്ച് ആസ് ബിൽഡിംഗ്, മെഷീനറി, പ്ലാന്റ്, ഫേർണിച്ചർ എക്സെട്ര. നമുക്കറിയാം ഇതൊക്കെ എന്താണ്? ഫിക്സഡ് അസറ്റായിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റുകളായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. ഏതൊക്കെ? ഈ പറഞ്ഞ ബിൽഡിങ്, മെഷീനറി, പ്ലാന്റ്, ഫർണിച്ചർ ഒക്കെ. ദീസ് ആർ ടാഞ്ചിബിൾ അസറ്റ്. ഇവയ്ക്ക് എന്താണ്? ടാഞ്ചിബിൾ അസറ്റാണ്. ഡിപ്രീസിയേഷൻ ഇസ് ഓൾസോ അലൗഡ് ഓൺ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് സച്ച് ആസ്. ഇൻടാഞ്ചിബിൾ അസറ്റുകൾക്കും ഡിപ്രീസിയേഷൻ കൊടുക്കാം. ഏതിനൊക്കെ? നോ ഹൗ, പാറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ലൈസൻസ്, ഫ്രാഞ്ചൈസ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ്സോ കൊമേഴ്സ്യൽ റൈറ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡിപ്രീസിയേഷൻ ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിപ്രീസിയേഷൻ അലൗ ചെയ്യുന്നത് ഏതിന് മാത്രമായിരിക്കണം? ഓൺലി ഓൺ ക്യാപിറ്റൽ അസറ്റ്. നെക്സ്റ്റ്, അതേപോലെ തന്നെ അസറ്റ് മസ്റ്റ് ബി ഓൺഡ് ഹോളി ഓർ പാർട്ട്ലി ബൈ ദ ബിസിനസ്. അസറ്റ് ഓൺ ചെയ്യുന്നത് ഹോളി ഓർ പാർട്ട്ലി ബൈ ദ ബിസിനസ്. മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ അസസി ഓൺ ചെയ്യുന്നതായിരിക്കണം. അസറ്റ് ഓൺഡ് ഹോളി ഓർ പാർട്ട്ലി ബൈ ദ അസസി എന്ന് വെച്ചാൽ എന്താ? അസറ്റ് മുഴുവനായിട്ടോ അതല്ലെങ്കിൽ ഭാഗികമായിട്ടോ ഇൻ ദ നെയിം ഓഫ് അസസി. ഈ ബിസിനസ് ഓൺ ചെയ്യുന്ന അസസിയുടെ പേരിലായിരിക്കണം ഈ അസറ്റ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചാർജ് ചെയ്യാൻ പാടുള്ളൂ? ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പാടുള്ളൂ. തേർഡ് വൺ, അസറ്റ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഈ അസറ്റുകൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യണം? ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. അസറ്റ് ഷുഡ് ബി ആക്ച്വലി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഡ്യൂറിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. If any portion of the asset is not used for the purpose of business or profession of the assessee, depreciation will not be allowed on such part of the asset.
ഓക്കെ. ഈ പറഞ്ഞ പോലെ അസറ്റുകൾക്ക് അതായത് ഏത് ഭാഗമാണോ യൂസ് ചെയ്യാത്തത് ആ അസറ്റുകൾക്ക് ഒരിക്കലും എന്ത് അലവബിൾ അല്ല, ഡിപ്രീസിയേഷൻ അലവബിൾ അല്ല. ഓക്കെ. അപ്പോൾ അസറ്റുകൾ പൂർണ്ണമായിട്ട് ബിസിനസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കണം. അല്ല അസറ്റിൻ്റെ ഭാഗം ബിസിനസ്സിന് യൂസ് ചെയ്യാത്തതുണ്ടെങ്കിൽ അവർക്ക് എന്ത് അലവബിൾ അല്ല, ആ ഭാഗത്തിനുള്ള ഡിപ്രീസിയേഷൻ അലവബിൾ അല്ല. ഡിപ്രീസിയേഷൻ അലൗ ചെയ്യുന്നത് എപ്പോഴും എന്തുമലാണ്, ബ്ലോക്ക് ഓഫ് അസറ്റുമലാണ്. ബ്ലോക്ക് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രൂപ്പ് ഓഫ് അസറ്റ്. ഒരേ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് അസറ്റുകളെ നമ്മൾ പറയുന്ന പേരാണ് ബ്ലോക്ക് ഓഫ് അസറ്റ്. അപ്പോൾ ഡിപ്രീസിയേഷൻ ഇസ് കാൽക്കുലേറ്റഡ് ഓൺ ദ റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് എ ബ്ലോക്ക് ഓഫ് അസറ്റ്. ബ്ലോക്ക് ഓഫ് അസറ്റുമലാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ബ്ലോക്ക് ഓഫ് അസറ്റുമലാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, ഡിപ്രീസിയേഷനും റേറ്റ് ഓഫ് ഡിപ്രീസിയേഷനും കാൽക്കുലേറ്റ് ചെയ്യുക. ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പാടുള്ളൂ. ഡിപ്രീസിയേഷൻ ഇസ് അലൗഡ് ഓൺലി ഓൺ ക്യാപിറ്റൽ അസറ്റ്. അസറ്റ് മസ്റ്റ് ബി ഓൺഡ് ഹോളി ഓർ പാർട്ട്ലി ബൈ ദ ബിസിനസ്. അസറ്റ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ആൻഡ് ബ്ലോക്ക് ഓഫ് അസറ്റ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നത് മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ. നിങ്ങൾക്കറിയാം 2 മെത്തേഡാണുള്ളത് സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. മെത്തേഡുകൾ ഒരുപാടുണ്ട്, പക്ഷേ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 2 മെത്തേഡാണുള്ളത്. ദറ്റ് ഇസ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആൻഡ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് WDV മെത്തേഡ് എന്ന് പറയും. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻ ദി കേസ് ഓഫ് അസറ്റ് അണ്ടർടേക്കിംഗ് സച്ച് ആസ് എൻഗേജ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് ജനറേഷൻ ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ജനറേറ്റിംഗ് ഫേമുകൾക്ക് മാത്രമേ ഏത് മെത്തേഡ് യൂസ് ചെയ്യാനുള്ള അധികാരമുള്ളൂ, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ അഡോപ്റ്റ് ചെയ്യാനുള്ള അധികാരമുള്ളത് പവർ ജനറേഷൻ ഫേമുകൾക്ക് മാത്രമാണ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് വേറെ ഏത് ബ്ലോക്ക് ഓഫ് അസറ്റ് വരികയാണെങ്കിലും അവർക്ക് ഏത് യൂസ് ചെയ്യാം, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് പവർ ജനറേറ്റിംഗ് ഫേമുകളാണെങ്കിൽ അവർക്ക് ഏത് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ് അലവബിൾ ആയിട്ടുള്ളത്. ബാക്കി ഏത് ഫേമുകളാണെങ്കിലും അവർക്ക് ബ്ലോക്ക് ഓഫ് അസറ്റും ഏത് മെത്തേഡ് യൂസ് ചെയ്യാം, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക്ക് പറയുന്നുണ്ട് ആക്ച്വൽ കോസ്റ്റ് ആൻഡ് റിട്ടേൺ ഡൗൺ വാല്യൂ. എന്താണ്? ഡിപ്രീസിയേഷൻ ഷുഡ് ബി കമ്പ്യൂട്ടഡ് ഓൺ ദ പ്രിസ്ക്രൈബ്ഡ് പെർസെൻറ്റേജ് ഓൺ ദ WDV ഓഫ് ദ അസറ്റ്. ഡിപ്രീസിയേഷൻ എപ്പോഴും ഇൻകം ടാക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ WDV ഓഫ് ദ അസറ്റുമലാണ് കണ്ടുപിടിക്കുന്നത്. വിച്ച് ഇൻ ടേൺ ഈസ് കാൽക്കുലേറ്റഡ് വിത്ത് റെഫറൻസ് ടു ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ അസറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കണ്ടുപിടിക്കുന്നത്, WDV കണ്ടുപിടിക്കുന്നത്. അപ്പോൾ WDV ഈ ഇൻകം ടാക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നുണ്ട് വേർ ദ അസറ്റ് അക്വയേർഡ് ഇൻ ദ പ്രീവിയസ് ഇയർ ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് WDV. തൊട്ട് പ്രീവിയസ് ഇയറിൽ വാങ്ങിച്ച അസറ്റ് ആണെങ്കിൽ ആ വില തന്നെയാണ് എന്തെന്ന് പറയുന്നത്, WDV എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം റിട്ടേൺ ഡൗൺ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. ഓരോ വർഷത്തെ ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന വിലേനെയാണ് നമ്മൾ WDV എന്ന് പറയുന്നത്. അപ്പോൾ WDV എന്ന് പറയുന്നത് പുതിയതായിട്ട് വാങ്ങിച്ച ഒരു അസറ്റ് ആണെങ്കിൽ ആ വാങ്ങിച്ചത് ആ പ്രീവിയസ് ഇയറിലാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് തന്നെയായിരിക്കും എന്തായിട്ട് കണക്കാക്കുക, WDV ആയിട്ട് കണക്കാക്കുക. അതല്ല മുന്നുള്ള വർഷങ്ങളിൽ വാങ്ങിച്ചത്, അതായത് കഴിഞ്ഞുപോയ വർഷങ്ങളിൽ വാങ്ങിച്ചിട്ടുള്ള അസറ്റ് ആണെങ്കിൽ WDV ഷാൾ ബി ഈക്വൽ ടു ദ ആക്ച്വൽ കോസ്റ്റ് ഇൻകേർഡ് ലെസ് ഡിപ്രീസിയേഷൻ ആക്ച്വലി അലൗഡ് അണ്ടർ ദ ആക്ട്. ആക്ടിനനുസരിച്ച് ഓരോ വർഷവും നമ്മൾ എത്ര റേറ്റ് ഓഫ് ഡിപ്രീസിയേഷനാണോ ചാർജ് ചെയ്യുന്നത് അത് കുറച്ച് ബാക്കി വരുന്നത് എത്രയാണോ അതായിരിക്കും എന്ത് ഓരോ വർഷത്തെയും WDV എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ പുതിയതായിട്ട് പ്രീവിയസ് ഇയറിൽ വാങ്ങിച്ച ഒരു അസറ്റ് ആണെങ്കിൽ അതിൻ്റെ WDV എത്രയാണ്, ആ വാങ്ങിച്ച കോസ്റ്റ് എത്രയാണോ അത്. അല്ലാതെ മുന്നേ വർഷങ്ങളിൽ വാങ്ങിച്ച അസറ്റ് ആണെങ്കിൽ ആ ഓരോ വർഷങ്ങളിലും വാങ്ങിച്ചിട്ട് കിട്ടിയ വില, ഇന്ന് ആദ്യത്തെ വർഷം വാങ്ങിച്ചിട്ട് കിട്ടിയ വില അതിൻ്റെ ഡിപ്രീസിയേഷൻ കുറയ്ക്കുക, പിന്നെ കിട്ടുന്ന വില അതിൻ്റെ ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. അപ്പോൾ ആ രീതിയിൽ ഓരോ വർഷം എത്രയാണോ ഡിപ്രീസിയേഷൻ വരുന്നത് അത് കുറച്ചിട്ട് കിട്ടുന്ന വിലയായിരിക്കും അതിൻ്റെ WDV എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് WDV കണ്ടുപിടിക്കാൻ. ഓക്കെ. ആദ്യത്തെ വർഷം 1000 രൂപയാണ് ഡിപ്രീസിയേഷൻ എങ്കിൽ 1000 രൂപ 10000 രൂപയിൽ നിന്ന് കുറച്ചാൽ ബാക്കി വരുന്നത് 9000. 9000 അടുത്ത വർഷം എത്രയാവും ഡിപ്രീസിയേഷൻ വരിക, 10% ആണെങ്കിൽ 9000ൻ്റെ 10/100 എന്ന് പറഞ്ഞാൽ 900 വരും. അപ്പോൾ അങ്ങനെ ഓരോ ഇയറിലും എത്രയാണോ പെർസെൻറ്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ വരുന്നത് ആ പെർസെൻറ്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞ് ബാലൻസ് വരുന്ന വിലയാണ് നമ്മൾ WDV അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വൽ കോസ്റ്റ്, റിട്ടേൺ ഡൗൺ വാല്യൂ
ആണ്. റിട്ടേൺ ഡൗൺ വാല്യൂ നമുക്ക് എങ്ങനെയൊക്കെ കാണാം? പുതിയതായിട്ട് വാങ്ങിച്ചൊരു അസറ്റ് ആണെങ്കിൽ ആ വാങ്ങിച്ച വർഷത്തെ പ്രീവിയസ് ഇയറിൽ വാങ്ങിച്ചതാണെങ്കിൽ വാങ്ങിച്ച വില എത്രയാണോ അതാണ് അതിൻ്റെ WDV. അല്ലാത്ത അസറ്റുകൾക്കൊക്കെ ഓരോ വർഷത്തെ വിലയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചാൽ കിട്ടുന്നതാണ് WDV. ഓക്കെ, താങ്ക് യു.